ഹായ് നമസ്കാരം. ISLൽ ഇന്ന് പ്ലേ ഓഫ് മത്സരത്തിൽ ഒഡീഷയുമായി തോറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തായി. 67 മിനിറ്റിൽ ഫെഡോറിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ലീഡ് നേടിയതെങ്കിലും 87 മിനിറ്റിൽ ഒഡീഷ തിരിച്ചടിച്ചു. 1-1 സമനില പിടിച്ചു. അതിനിടയ്ക്ക് നല്ല സേവുകൾ നടത്തിയിരുന്ന ലാറ പരിക്ക് പറ്റി പുറത്തു പോകേണ്ട ദയനീയാവസ്ഥയും കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ടായി. ഈ സീസൺ മുഴുവൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പരിക്ക് വലിയൊരു ഘടകമായിരുന്നു. ആദ്യം ഗോൾ കീപ്പർ സച്ചിൻ പുറത്തായി. ഇപ്പോൾ മികച്ച സേവുകൾ നടത്തിയിരുന്ന ലാറ കളിക്കിടെ പരിക്ക് പറ്റി പുറത്തായി. സത്യത്തിൽ അതിനുശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ വഴങ്ങിയത്. ലൂണ ഇന്ന് ആദ്യ 11-ൽ ഉണ്ടാകുമെന്ന് കരുതി, പക്ഷെ അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ടായി ഫെഡോറിന് പകരക്കാരനായി 80-ാം മിനിറ്റിലാണ് ഇറങ്ങുന്നത്. ഈ സീസണിലെ ISLലെ ഏറ്റവും ടോപ്പ് സ്കോററായ ദിമി പരിക്ക് മൂലം പുറത്തിരുന്ന് കളി കാണേണ്ട മറ്റൊരവസ്ഥ. ഇങ്ങനെ എല്ലാം കൊണ്ടും പരിക്ക് മുഴുവനായി പിടികൂടിയ ഒരു സീസണായിരുന്നു ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന്. ഇനിയും കപ്പിന് എത്ര കാത്തിരിക്കണം എന്നതാണ് ആരാധകർ ആലോചിക്കുന്നത്. സത്യത്തിൽ ലാറ കളി അവസാനം വരെ പരിക്ക് പറ്റാതെ ഉണ്ടായിരുന്നെങ്കിൽ സെമിയിലേക്ക് പോകേണ്ട ഒരു ടീമായിരുന്നു എന്ന് വരെ വിശ്വസിക്കുന്നവരാണ് ആരാധകരിൽ ഏറെയും. മാത്രമല്ല, കലിംഗയിലെ മോശം റെക്കോർഡ് തിരുത്തുമെന്ന് ഉറപ്പിച്ചിരുന്നു ഇന്ന് ആദ്യം ലീഡ് നേടിയപ്പോൾ. മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ അവസരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ടായിരുന്നു. 2-3 ഓപ്പൺ ചാൻസുകൾ നഷ്ടപ്പെടുന്ന ദയനീയ കാഴ്ച കാണേണ്ടി വന്നു. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് കപ്പടിക്കാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്ന് ഫൈനലിൽ ഹൈദരാബാദിനെതിരെ ലീഡ് നേടിയ ശേഷമാണ് സമനില വഴങ്ങി പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കപ്പ് നഷ്ടപ്പെട്ടത് എങ്കിൽ ഇന്ന് ലീഡ് നേടിയ ശേഷം പ്ലേ ഓഫിൽ നോക്കൌട്ടിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ദയനീയമായി പുറത്താകുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരും. എന്തായാലും ഇതിനൊരു ശുഭപര്യവസാനം വേണം എന്ന് തന്നെയാണ് ആരാധകരും ആഗ്രഹിക്കുന്നത്. അടുത്ത സീസണിൽ വിജയത്തിൻ്റെതാവട്ടെ കപ്പിൻ്റെതാവട്ടെ ബ്ലാസ്റ്റേഴ്സിന് എന്നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു.